എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിൻസ്, ഗെറ്റ്സ് ബേബി, ഡൊമിനിക് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം വെർഷനും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, അന്ന റെജി, അസ്കർ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. DNA സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ചയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡി റുമ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇന്ന് സൺ നെക്സ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലാൽ അനൂപ് മേനോനാണ് ചെക്ക്മേറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സിനിമ സ്വന്തമാക്കിയത്. ഈ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ റിലീസായിട്ട് കുറേയായി. ഇതുവരെ ചെക്ക്മേറ്റിന്റെ OTT വന്നിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ അടുത്ത വീക്കായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DD നെക്സ്റ്റ് ലെവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സന്താനമാണ് സിനിമയിലെ നായകൻ. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് C5-ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം വെർഷനും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് സേതുപതിയാണ് എയ്സ് സിനിമയിലെ നായകൻ. ഇതൊരു ഫ്ലോപ്പായ സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എയ്സ് എന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് തമിഴ് തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. നടികർ സിനിമയുടെ OTT ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. നടികർ ഒരു കോമഡി ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും നടികർ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും നടികർ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായ സിനിമയാണ് ഫൂട്ടേജ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം 30-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ദിലീപ് സിനിമയാണ്. ദിലീപിന്റെ സിനിമകൾ ഇപ്പോൾ OTTയിൽ വരാറില്ല. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകനായ സിനിമയാണ് കപ്പ്. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസ്, ബേസിൽ, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേരാണ് കപ്പ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ കപ്പ് എന്ന സിനിമ സൈനാപ്ലൈയിൽ ഈ മാസം 25-ന് മുന്നേ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഇതുവരെ OTT റിലീസ് ചെയ്യുന്നില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും ഡൊമിനിക്കിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഗോകുൽ സുരേഷും ഡൊമിനിക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത വീക്കായിരിക്കും ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പ്രിൻസ് സിനിമ നേടിയെടുത്തത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ദിലീപ് സിനിമ വിജയിക്കുന്നത്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 30 ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലി പിന്നിട്ടിരിക്കുകയാണ്. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, സിദ്ദിഖ് ഇവരാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി റൊമാൻറ്റിക്കൽ ഫാമിലി മൂവിയാണ് പ്രിൻസ്. പ്രിൻസിന്റെ OTT വിറ്റുപോയിരിക്കുകയാണ്. പെട്ടെന്നാണ് OTT വിറ്റുപോയത്. C5 ആണ് പ്രിൻസ് സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20-നാണ് പ്രിൻസ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ്
ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ഒരു സിനിമ വാങ്ങിയാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇറക്കാറുള്ളത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ വിജയിച്ച ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് കിട്ടിയത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സിൽ അടുത്ത വീക്ക് ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആക്കിയിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.